ഹായ്, എ ഡേ വിത്ത് സ്റ്റാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സീമാജി നായരാണ്. പൊതുവെ നമ്മൾ എപ്പോഴും എപ്പിസോഡ് തുടങ്ങുക വീട്ടിൽ നിന്നാണ്. ഞങ്ങൾ എത്തിയപ്പോൾ ചേച്ചി പറഞ്ഞത് റെഗുലർ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ജിമ്മിലുണ്ട് എന്നാണ്. നമുക്കൊന്ന് ജിമ്മിൽ പോയി നോക്കിയാലോ? എന്താ ചേച്ചി ചെയ്യണേന്ന്? എന്തായി വർക്കൗട്ട് ചെയ്യാ? അല്ല, ഞാനിവിടെ കഞ്ഞിയും കറി ഉണ്ടാക്കുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചേച്ചി? വിശേഷം ചോദിക്കാനാണ് വന്നത്. ഞാനിവിടെ വർക്കൗട്ടും കഴിഞ്ഞ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. സാധാരണ ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ആങ്കറാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോ ആങ്കർക്ക് വേണ്ടി ആർട്ടിസ്റ്റ് വന്ന് രാവിലെ വന്ന് ഇവിടെ വർക്കൗട്ടും കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വെറൈറ്റി ആർക്കാണ് ഇഷ്ടമല്ലാത്ത? ചേച്ചി ഇവിടെ തന്നെ ഇരിക്കില്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വരുമോ? വേറെ ഇല്ല, ഞാനിനി വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്നാലും എനിക്ക് ആരെങ്കിലും പരിചയപ്പെടുത്തി തരേണ്ടത് എന്റെ ആശാനെയാണ്. ആശാനെയാണ് എനിക്ക് കാണേണ്ടത്. ആശാനെ പരിചയപ്പെടുത്തി തരാം, അല്ലാണ്ട് ഇനി വർക്കൗട്ട് ഒന്നും നടക്കത്തൊന്നുമില്ല. ആശാനെ, ഇതാണ് ഞങ്ങളുടെ ആങ്കർ. ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്താവേ. ഇതാണ് ഞങ്ങളുടെ ആങ്കർ. രാവിലെ വരാൻ പറഞ്ഞ് ടിപ്പിള കയറി വന്നേക്കുന്ന വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോ. അപമാനം. സാറിന്റെ പേരെങ്ങനെയാ? വികാസ്. എങ്ങനെയുണ്ട്? ഞങ്ങൾ തമ്മിൽ എത്ര വർഷമായി? 20 വർഷത്തിന്റെ മേലെ. 20 വർഷത്തിന് മുമ്പ് ഞങ്ങള് ആശാൻ വേറൊരിടത്തായിരുന്നു. അപ്പൊ അവിടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആശാൻ സ്വന്തമായിട്ട് ഗ്ലാഡിയേറ്റർ എല്ലാവിധ പിന്തുണയുമായി പുറകില് വന്ന് കൂടി. സ്വാഭാവികം. ചേച്ചി അങ്ങനെയാണ്. ചേച്ചി നോർമലി അങ്ങനെയാണ്, എല്ലാവർക്കും ഫുൾ സപ്പോർട്ടായിട്ട്. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ട് ചേച്ചി വർക്കൗട്ട് ചെയ്യാൻ സ്ഥിരമായി കണ്ടിന്യൂസ്ലി വരുന്നുണ്ട്? നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ഷൂട്ടിൻ്റെ ഒക്കെ കാര്യം കൊണ്ട് ഇടയ്ക്കൊക്കെ മുടങ്ങി പോകുന്നുണ്ട്. പിന്നെ തിരക്കുകൾ, പിന്നെ ഈ സോഷ്യലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അതിനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അതല്ലാതെ ഇത് ഫിറ്റ്നസ്സിൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാൾ തന്നെയാണ് നന്നായിട്ട് തന്നെ. അപ്പോൾ അത് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും വർക്കൗട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ വരുന്ന ഈ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഒരു സമയം വരും. 10-15 ദിവസമാണല്ലോ ഇപ്പോൾ സീരിയലിൻ്റെ പോലെ ഷൂട്ടിൻ്റെ ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും ഒന്നും തന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന്. ചെന്നൈയിലൊരു വർക്ക് വന്നു. ചെന്നൈയിൽ വർക്ക് വന്ന സമയത്താണ് 15 ദിവസത്തോളം അവിടെ ആയിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ 2 വർക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 ദിവസത്തേക്കിനായിരിക്കും വരിക. വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും പിന്നെ ഈ പറഞ്ഞാൽ ഈ 3 ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ നല്ലപോലെ മുടങ്ങി പോകുന്നുണ്ട്. പക്ഷെ കിട്ടുന്ന സമയം. അതെ. ഡയറ്റ് ചേച്ചി എങ്ങനെ കൃത്യമായി മാനേജ് ചെയ്യുന്ന കൂട്ടത്തിലാണോ? ഡയറ്റ് അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഉള്ള ജങ്ക് ഫുഡുകൾ, അങ്ങനെയുള്ള മോശം ഫുഡ് ഹാബിറ്റുകളൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതല്ല, ഇവിടെ വരുന്ന എല്ലാവരുമായിട്ട് കുറച്ചൊരു ഗ്യാങ് കമ്പനിയുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കുക, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരിക. അത് തന്നെ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്ക് ഒന്ന് ഉണ്ടാക്കി അതൊരു ദിവസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒന്ന് അനുഭവിക്കുന്നതല്ലായിരിക്കും. അടിപൊളി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ചെന്നിട്ടുണ്ടാക്കാനായിട്ടാണ്. അപ്പൊ ആശാനുണ്ട്, ഒരു പ്രസാദുണ്ട്, ഒരു ഗോപനുണ്ട്, ആശാന്റെ അളിയനുണ്ട്, ഞങ്ങളെല്ലാരും കൂടി. ഞാൻ ഭയങ്കര കൂട്ടം. അങ്ങനെ ആവുമ്പത്തേന് ഇടയ്ക്ക് ഡയറ്റ് ചെയ്യാൻ പൊതുവെ ചേച്ചി സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അല്ല, പക്ഷേ ഹെൽത്തി ഫുഡ്, നല്ല ഫുഡ് ഉണ്ടാക്കി ഒന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരും, അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് ഞങ്ങൾ താഴെ ഇവിടെ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലോട്ട് വരും. വീട്ടിൽ വന്ന് പിന്നെ ആഘോഷമാണ്. എന്തെങ്കിലും സ്പെസിഫൈഡ് ആയിട്ട് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് വർക്കൗട്ട് അങ്ങനെ എന്തെങ്കിലും ആണോ ചേച്ചി? ഇങ്ങനെ സ്പെഷ്യൽ വർക്കൗട്ട്സ് സ്പെഷ്യലായിട്ട് വർക്കൗട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കോമൺ സംഭവങ്ങൾ, അതായത് അത് ഓരോരുത്തരുടെ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ പിന്നെ ഹെൽത്തിനനുസരിച്ച് ചിലപ്പം ഉണ്ടാകുന്ന, ഇപ്പം കുറച്ച് ദിവസം ഗ്യാപ്പ് വരുമ്പോൾ വ്യത്യാസം ഒക്കെ വർക്കൗട്ടിനകത്ത് വ്യത്യാസം വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഞ്ചുറികളുണ്ട്. ഇപ്പോൾ ഷൂട്ടിനിടയ്ക്ക് പറ്റിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഞ്ചുറീസ് കൈക്കൊക്കെ ഷോൾഡറിനൊക്കെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഒരു
വർക്കൗട്ടിന് അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസിക്ക് ഒരു ചെറിയ അപ്പൊ വ്യത്യാസം. കൈക്ക് അത്രയും സ്ട്രെങ്ത് കൊടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഇല്ല അപ്പൊ പിന്നെ വീണ്ടും പ്രശ്നമാവത്തല്ലേ ഉള്ളൂ. അതുപോലെ കാല് ലിഗമെന്റ് അടിച്ചതാണ്, വലത്തെ കാല് ലിഗമെന്റ് എയർ അടിച്ചതാണ്. ഇതൊക്കെ ഷൂട്ടിനിടയിൽ സംഭവിച്ചു. ഷൂട്ടിനടിച്ച് നമ്മൾ യാദൃച്ഛികമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പം എന്നാന്ന് വെച്ചാൽ ലിഗമെന്റ് അടിച്ച് കഴിയുമ്പം നമുക്ക് ഹെവി വർക്കൗട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം വീണ്ടും കാലിതായി സർജറി ചെയ്തിട്ടില്ല ഈ വലത്തെ കാലിന്. അപ്പോൾ സർജറി ചെയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ ഏത് സമയവും അത് വീണ്ടും ലിഗമെന്റ് അടിക്കാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സർജറി വേണം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സർജറി വേണമെന്ന് പറഞ്ഞതാ. പക്ഷേ സർജറി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാതെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഇന്ന് നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോയാൽ മതി. പക്ഷെ അത് ഈ നമ്മുടെ കാർഡിയോ അങ്ങനത്തെ വർക്കൗട്ടിലൊന്നും അത് ബാധിക്കുന്നില്ല. ഇപ്പം ഇതൊക്കെല്ലാം ചെയ്തപ്പോഴും നമുക്ക് അത് ബാധിക്കത്തില്ല. നമുക്കൊന്ന് കണ്ടാലോ? എന്ത് കാണാൻ? ഞാൻ എന്തായാലും വരാൻ ലേറ്റ് അല്ലേ. എനിക്ക് ഈ സാധന സാമഗ്രികളെങ്കിലും ഞാനൊന്ന് ഒന്ന് കാണിച്ചു. തിരക്കുള്ള സമയത്താണ് ആക്ച്വലി ഞാൻ കയറി വന്നതല്ലേ. ചേച്ചി നേരത്തെ വർക്കൗട്ട് ചെയ്യാൻ വരുമ്പോ ഇങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ മറ്റേ ചാരിറ്റിയെ കുറിച്ചും ആൾക്കാരെ കുറിച്ചും എല്ലാം സംസാരിച്ച് അതെ എല്ലാം ചെയ്യാറുണ്ട്. ഞങ്ങളെല്ലാം സംസാരിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇതൊക്കെ എന്നാണോ ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് പൊക്കുന്നത് അല്ലേ? നോക്കിക്ക് ഡബിൾസ് എന്നാ ഞാനെടുത്തൊന്ന് പൊക്കുന്നത്. ഇപ്പോഴല്ലേ പറഞ്ഞേ? പൊക്കിയതാണ്. ആണോ? ചെയ്തോണ്ടിരുന്നതാണ്. ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത അല്ല, ഇനി അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. സ്വയം നമ്മുടെ രണ്ട് കയ്യിലും ചെറിയ വെയിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കാണുമ്പോ കൊതിയാവുന്നു. ഞാനൊക്കെ പോയിട്ട് കാലം കുറയായി. അല്ല, നീ എറണാകുളത്തും കണ്ടല്ലേ ഇനി സെറ്റിൽ ചെയ്യാൻ പോകുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വന്നാ പോരെ. പക്ഷെ എനിക്ക് കുറച്ച് ദൂരമുണ്ട്. ഞാൻ കാക്കനാടാ. എത്ര മണിക്കാ ചേച്ചി വരിക പൊതുവെ ജിമ്മിലോട്ട്? അല്ല, ഞാൻ വരുന്നത് ഒന്നെങ്കിൽ രാവിലെ ഒരു 7 മണിക്ക് മുന്നേ വരും, അതല്ലെങ്കിൽ 4 മണിക്ക് ശേഷം. 4 മണിക്ക് ശേഷം. പിന്നെ അല്ലാണ്ട് ഈ 8, 9, 10 ആ ടൈമിൽ വരില്ല. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ്. അങ്ങനെയുണ്ടോ? കറക്റ്റ് ഇന്ന സമയത്ത് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ജിമ്മിൽ അങ്ങനത്തെ ഒരു ഇതില്ല. നമുക്ക് വ്യായാമം ചെയ്തതിന് പ്രത്യേകിച്ച് ഒരു ടൈം ഷെഡ്യൂളിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അപ്പം ഈ യോഗയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ടൈം കീപ്പ് ചെയ്യുന്നത് നല്ലതാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജിമ്മിൽ നമുക്ക് അതാ അങ്ങനെ സമയം വെക്കുന്നതിനുള്ള പ്രശ്നം വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് സമയത്ത് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എല്ലാവരും ഫുഡിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പതുക്കെ വീട്ടിലോട്ട് പോയിട്ട് ഭക്ഷണം വിശപ്പിന്റെ വിളി. അവിടെ ഇന്നലെ തന്നെ കറണ്ടിന്റെ പ്രശ്നമുണ്ട്. ബാ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുന്നത് കാണാം. ബാധ ചായ കുടിക്കാൻ. ഷഫീക്കെ, നിനക്ക് പാൽ ചായയോ കട്ടൻ ചായയോ ആണോ? അപ്പൊ 6 പാൽ ചായ അല്ലേ? മാസ്റ്റർ ഇവിടെ സ്ഥിരമാണ്. അപ്പൊ കണ്ടപ്പോ അറിയാം. നമ്മളവിടുന്ന് ഇറങ്ങി ഇവിടെ വന്ന് ചായ കുടിച്ച് പിന്നെ ഇവിടെ കയറിയിരുന്ന് വൈകുന്നേരം ആണെങ്കിൽ കാടമുട്ട കഴിക്കല്ലേ? അതല്ല, അത് മാത്രം പറഞ്ഞാൽ മതി. കാടാമുട്ട. സീമ ചേച്ചി പോലെ ചേച്ചിയും കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ ആണോ? കുക്ക് ചെയ്യും. എന്ത് വേണം? ഇത് ഞാൻ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ വരുന്നുണ്ടൊരു വരവ്, രണ്ടാമതൊരു വരവ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞോളൂ. ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം എന്താന്ന് പറയും? എൻ്റെ സ്പെഷ്യൽ എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ ഇഷ്ടമുള്ളത് ഞാനൊരു ചിക്കൻ വെക്കും. അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി വെക്കും. എനിക്ക് മാമ്പഴ പുളിശ്ശേരി മതി. എനിക്ക് വേണ്ടാത്ത ഒന്നും. അതെ, ഞങ്ങളിവിടെ ഡിസ്കസ്. ചേച്ചി ഫോണിലല്ലായിരുന്നു. സംസാരിക്കേ ഫോൺ കണ്ടിന്യൂ. ഞങ്ങളിവിടെ പിന്നെ ചെമ്മീൻ ഫ്രൈ വെക്കും. ചെമ്മീൻ ഫ്രൈ. പിന്നെ മീൻ കുടംപുളി ഇട്ട് വെക്കും, അല്ലാതെയും വെക്കും. പിന്നെ ഫ്രൈ ചെയ്യും. എന്താ വേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് പുളിശ്ശേരി മതി. ഞാൻ പുളിശ്ശേരിയുടെ ആളാണ്. ചേച്ചി അപ്പോൾ ജിമ്മിൽ നിന്ന് നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ദേ കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം. അതാണ് ചേച്ചിയുടെ വീട്. പക്ഷേ
എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇവിടെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് ഒരു സൈഡ് ഫുള്ള് പുഴയും എന്താ പറയുക അതുവരെ ഉള്ളൂ കറക്റ്റ് എന്താ പറയുക റോഡ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം അങ്ങോട്ട് ഈ ഒരു നാട്ടും പുറത്തൊക്കെ ചെന്ന് പെട്ടൊരു പ്രതീതി. കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭയങ്കര രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലെറ്റ്സ് ഗോ. കുറച്ച് ദൂരമല്ലോ ഇവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിലോട്ട്. കടലക്കറി ഉണ്ടാക്കി കഴിഞ്ഞോ? ഓക്കേ. നമ്മൾ ഈ ചിരട്ട പുട്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനം മേടിക്കാൻ കിട്ടില്ലേ സ്റ്റീലില്? അതെ, എനിക്കത് ഇഷ്ടമല്ലേ. ഞാൻ നമ്മുടെ ചിരട്ടയില്ലേ, നമ്മുടെ ചിരട്ട പിന്നെ ഇതാക്കി എടുത്തിട്ട് ഇത് കണ്ടില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാ ചേച്ചി ചെയ്യണേ? അല്ല, ഈ ചിരട്ടയുടെ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ചിരട്ടയാണ്. അപ്പോൾ ഈ ചിരട്ടയുടെ ഈ മുകളിൽ ഇവിടുത്തെ മറ്റേത് നമ്മൾ പിച്ചാത്തി കൊണ്ട് ചിരണ്ടി ആ നാരൊക്കെ ഇച്ചിരി എണ്ണയോ വല്ലതും തേച്ചിട്ടൊന്ന് വെയിലത്തൊക്കെ വെച്ചൊന്ന് മയക്കി എടുക്കും. അല്ലെങ്കിൽ റഫായിരിക്കത്തില്ലേ, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ എടുത്തു വെച്ചത് ഈ 3 ചിരട്ട. അപ്പോൾ നമ്മുടെ മറ്റേ ഇതുപോലെയല്ല. മറ്റേതെന്ന് പറഞ്ഞാൽ എനിക്കതെന്തോ അത് കാണുമ്പോഴേ എനിക്കെന്തോ മൊത്തം പ്രശ്നമാണ് ആ ചിരട്ട കാണുമ്പോഴേ. ചേച്ചി പക്ഷെ ഇത് കൈ പൊള്ളത്തില്ലേ ഇതിങ്ങനെ? കൈ അങ്ങനെയല്ല, അത് ആദ്യമായിട്ട് അടുക്കള കയറുന്നവർക്ക് കൈപ്പൊള്ളലൊക്കെ പ്രശ്നമായിരിക്കും. മോളെ പോലുള്ളവർക്ക്. എനിക്കിത് ഞാൻ ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലിൽ ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും സാധാരണക്കാരി എന്നുള്ളതാണ്. ഇപ്പം നീ പറയും അയ്യോ കൈ പൊള്ളത്തില്ല എന്ന് ചോദിക്കും. നല്ല ചൂടോട് കൂടിയിട്ട് എടുക്കുന്നത്, നമ്മളത് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. മനസ്സിലായോ? ഇഷയൊന്നുമല്ല. അപ്പം ഇതാകുമ്പം നല്ല ചേച്ചി തന്നെയാണോ ഇവിടെ എല്ലാ ദിവസവും? അല്ല, എല്ലാ ദിവസവും വെച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുള്ളൂ. ഞാൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി അഥവാ ഷൂട്ടിങ്ങിന് പോയാൽ തന്നെ പോയിട്ട് നേരെ വന്ന് മിക്കവാറും ഞാൻ അടുക്കളയിലോട്ട് കയറും. എനിക്ക് എൻ്റെ എന്താ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുക്കിങ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെവിടെ പോയാലും നമ്മളെ അതിൻ്റെ പേരിൽ നമ്മളെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. പണ്ട് അമേരിക്കയിൽ ഞങ്ങളൊരു ഷോയ്ക്ക് പോയപ്പോൾ നെടുമുടി വേണുവേട്ടനും ലളിതാമ്മയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നന്ദു, ജയരാജ് വാര്യർ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ഓരോ വീടുകളാണല്ലോ, അവിടെ ഹോട്ടലിലല്ലല്ലോ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ആ വീടുകളിൽ നിന്ന് കഴിഞ്ഞപ്പം വാഷിങ്ടണിൽ ഞങ്ങൾക്കൊരു വീട് ഇങ്ങനെ തന്നു. അവർ രാവിലെ ജോലിക്ക് പോകും. ഇപ്പം നമ്മളെ നോക്കിയിരിക്കാൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പം ഞാൻ അടുക്കളയിൽ കയറി ഞാനെല്ലാം ചെയ്യും, കുക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ എല്ലാവർക്കും ഫുഡെല്ലാം കൊണ്ട് കൊടുക്കും. ഇതിങ്ങനെ ഇതിനകത്ത് ആയി പുട്ട് ഓൾറെഡി, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ 3 അല്ല, ഞാൻ കുറച്ച് ശരിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്കിത് വേണമെന്ന് പറയും, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഞാനത് ഓരോന്നോരോന്ന് അവർക്ക് എടുത്തു കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കൈ പൊള്ളും എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ 3 നഖമില്ലേ, ഈ നഖത്തിൻ്റെ മുകളിലായിട്ട് ഞാനിതിങ്ങനെ പിടിപ്പിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. പിന്നെ ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ എടുത്ത് ഇത് ഇടുന്നത് കൊണ്ട് ഇത് കട്ടത്തില്ല. ഇത് ക്യാരറ്റ് പൊട്ടാണ്. ഞാൻ ഒരു വ്യത്യാസം. പണ്ട് ഭയങ്കര രസമാണ് വാനമ്പാടി ഷൂട്ട് നടക്കുന്ന, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു നന്ദനയുടെ അടുത്ത്. വാനമ്പാടിയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അതിൽ വേലക്കാരി, ആ വീട്ടിലെ വേലക്കാരിയുടെ വേഷമാണല്ലോ. അപ്പോൾ എന്നെ അപ്പം പിന്നെ ഇവിടെയാണ് വീട്, മണ്ഡപത്തിൻ കടവ്, കാട്ടാക്കട കഴിഞ്ഞിട്ട്. അവിടുത്തെ അച്ഛനും അമ്മയായിട്ട് ഞാൻ നല്ല ക്ലോസ് ആണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുണ്ടാകും അടുക്കളയിൽ. അപ്പം നമ്മുടെ വീട് വിട്ടിട്ട് സെപ്പറേറ്റ് ഈ അടുപ്പൊക്കെ കത്തിക്കാൻ അമ്മയ്ക്കൊരു അടുക്കളയാണ്. ആദിത്യൻ സാറ് എൻ്റെ ഷോട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ട് വെക്കുമ്പോൾ ഞാൻ ഓടി അമ്മയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് അവിടെ അമ്മയുടെ കൂടെ കയറി അടുക്കളയിൽ നിൽക്കും. അപ്പോൾ തിരിച്ച് സാറ് ഷോട്ടിന് വിളിക്കുമ്പോൾ ഞാൻ ഓടി ചെല്ലുമ്പോൾ വേർത്ത് കുളിച്ച് ഈ കഷമൊക്കെ വേർത്തിരിക്കും. പിന്നെ ഇടിക്കും എന്നാന്ന് ഞാൻ പറഞ്ഞു, വേലക്കാരിയുടെ വേഷമല്ലേ, ഇവിടുത്തെ കൊച്ചമ്മയുടെ വേഷമൊന്നും അല്ലല്ലോ. അപ്പോൾ വേലക്കാരിക്ക് അടുക്കളയിൽ പണിയുണ്ടാകും, ഷൂട്ടിംഗ് അല്ലല്ലോ പണി. അപ്പം ഞാൻ അടുക്കളയിൽ പണി ചെയ്തു, ആവശ്യത്തിന് കൊച്ചമ്മയൊക്കെ വിളിച്ചു, ഞാൻ വന്നു, അത്രയേ ഉള്ളെന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടുത്തെ അമ്മ ദുബായിൽ മോൻ്റെ അടുത്തേക്ക് പോയപ്പോൾ
അമ്മ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അമ്മ ധൈര്യമായിട്ട് പോയിക്കോ, അച്ഛനുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ അച്ഛന് ഞാൻ കയറി ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ വീടിൻ്റെ ഉടമസ്ഥനാണ്. അച്ഛന് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഫുഡാണ് കൊടുക്കുന്നത്, സെറ്റിലെ ഫുഡായിരുന്നില്ല കൊടുക്കുന്നത്. നിങ്ങളെ വാ നമുക്ക് കാപ്പ് കുടിക്കാം. എനിക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്താന്ന് വെച്ചാൽ ചൂടോടെ എല്ലാരെ കൊണ്ടും കഴിപ്പിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ മഞ്ജു ഇവിടെ നിൽക്കുന്ന മഞ്ജു, ഇപ്പൊ മഞ്ജു കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നു അല്ല അത് ആരാന്നറിയത്തില്ല. മഞ്ജു ആണോ ദീപ്തി ദേവികയുടെ അമ്മയാ? അല്ല, മഞ്ജു ചേച്ചി തന്നെ. അല്ല, മഞ്ജു ചേച്ചിക്ക് ഒന്നും പറയാൻ അറിയില്ല. നിന്നോട് ചോദിക്കട്ടെ, നീ ഭയങ്കര ഫേമസ് ആണല്ലോ. ഭയങ്കര ഫേമസ് ആണല്ലോ. നിങ്ങക്ക് കൗമുദി ചാനലിൽ എല്ലാവർക്കും നിന്നെ അറിയാന്ന് പറയണ്ടല്ലോ. ഒരു ഹായ് പറഞ്ഞേക്ക് എല്ലാരോടും. അല്ല, കഴിഞ്ഞ ദിവസമേ നീ ജനിച്ചത് മുതല് നീ വയറിലാണ്, അറിയാവോ നിനക്ക്? അതെ, ജനിച്ചത് മുതൽ കുട്ടി വയറിലാണ്. ഈ കയ്യിൽ അവന്റെ അടുത്ത് ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോ അവൻ ആ ഹായിൽ നിക്കുവാണ്, അവിടെ വന്നിട്ടില്ല, അവിടെ ഇറങ്ങി വന്നിട്ടില്ല. ഇത് മഞ്ജു കേട്ടാ, ഇതിവിടെ ഉള്ള ആളാ മഞ്ജു. കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഞാൻ ഇവിടുന്ന് അപ്പം ഉണ്ടാക്കി കൈ കൊടുക്കാൻ. മഞ്ജു ചേച്ചി എവിടെയാ വീട്? പാലക്കാട്. ഓ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. എന്ത് ഭംഗിയാണ് അവിടെ കാണാൻ. ചേച്ചി ഞങ്ങൾക്ക് വിളമ്പി തരുന്ന മാത്രമേ ഉള്ളൂ, ചേച്ചി കഴിക്കുന്നില്ല? ഇല്ല, ഞാനിപ്പോൾ പോയി വന്നതല്ലേ ഉള്ളൂ. നിങ്ങളെനിക്ക് സൗകര്യം തന്നിട്ടില്ലല്ലോ. ഭക്ഷണം ഉണ്ടാക്കണം, ഭക്ഷണം ഉണ്ടാക്കി കാണിക്കണം. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് വയറ് നിറച്ച് കഴിക്കുക. എവിടെ ചാനലിലും ഞാൻ കണ്ടിട്ടുള്ളത് നമ്മളും ഇന്റർവ്യൂ ചെയ്യുന്ന ആളും കൂടി ഇരുന്നിട്ട് ഒരു സ്ഥിരം ഒരു പരിപാടി. എനിക്ക് അതെന്തിനാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അയ്യോ, അങ്ങനെയല്ല. തൻകാര്യം നോക്കരുത്. എനിക്ക് ആ ശീലമേ ഇല്ല. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ടാണ് ഞാൻ തൻകാര്യം നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വയറ് നിറച്ചൊന്ന് കഴിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. ഇത് ക്യാരറ്റ് അരിപ്പുട്ടാണ്. എനിക്ക് ഒരു പ്ലേറ്റ് എനിക്ക് എടുത്ത് തരുമോ? ഈ ഒരു പ്ലേറ്റ് അവിടെ വെച്ച് എനിക്ക് ആ ഒരു പ്ലേറ്റ് എടുത്ത് തരുമോ? ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബാക്കി ഒരു കാര്യം ചെയ്യാം, എനിക്ക് 2-3 പഴം. എനിക്കൊരു ഇച്ചിരി കൂടി ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം ഒന്നിരുന്ന് നിങ്ങൾ പെട്ടെന്ന് കഴിച്ചോ. ഞാൻ ഓടിപ്പോയി 2-3 പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ട് കുളിച്ചിട്ട് വരാം, ഫ്രഷ് ആയിട്ട് വരാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് കഴിച്ചോ നിങ്ങള്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഫോട്ടോകൾ ശ്രദ്ധിച്ചു. അവിടെ ഒരു കൈ ഇങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു ഫോട്ടോ, അതിനകത്ത് എന്തൊക്കെയോ മെമ്മറീസ് ഉള്ള പോലെ എനിക്കൊരു ഫീൽ. ചേച്ചിയുടെ പഴയ ഫോട്ടോ ആണത്. എപ്പോഴെടുത്ത ഫോട്ടോ ചേച്ചിയുടെ? അതെനിക്ക് ഒന്ന് 10th SSLC സമയത്ത് എടുത്തതാണ്. അതുമുണ്ടൊക്കെ അന്നൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടല്ലേ ഫോട്ടോ എടുക്കണേ. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൂജ പോലെ ഫ്ലവർ വേസ് പോലെയൊക്കെ കാണും. അപ്പം അന്നത്തെ പോസാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പം അന്നെടുത്ത ഫോട്ടോയാണത്. എൻ്റെ കയ്യിൽ എൻ്റെ ചെറുതിലെയുള്ള ഫോട്ടോ വളരെ അപൂർവമാണ്. ഫോട്ടോയേ ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇത് ഏതോ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നതാണ് 1-2 ഫോട്ടോസ്. കാരണം അപ്പോൾ ഞാനത് പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമം അമ്മയുടെയൊക്കെ കൂടെയുള്ള ഫോട്ടോസ് ഇല്ല. ഞാനത് വന്നപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. അമ്മയുടെ ഒറ്റയ്ക്കുള്ള കുറേ ഫോട്ടോസ് ഉണ്ട്. അമ്മയുടെ കൂടെയുള്ള ഫോട്ടോസ്, അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഒന്നുമില്ല. അതെനിക്ക് തോന്നുന്നു അന്നൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുക. ചിലപ്പം നമുക്ക് അത്രയ്ക്കും വലിയ അറിവോ വിവരമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകില്ല. ഫോട്ടോകളെടുത്ത് സൂക്ഷിക്കണം, നാളെ ഒരിക്കലും നമ്മളിൽ നിന്നും നമ്മളും എല്ലാവരും വിട്ടുപോകും. അപ്പം ഇതൊരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് ഒരു ഫോട്ടോ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇല്ല. എനിക്കാണെങ്കിൽ അത് ഭയങ്കര വിഷമമാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാരണം അച്ഛൻ്റെ കൂടെ അച്ഛൻ ചേർത്ത് പിടിക്കുന്ന അല്ല അമ്മ ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ നിന്നല്ല, ഈ മക്കളുടെ 3 പേരുടെ കയ്യിലും ഇല്ല, ആരുടെയും കയ്യിലില്ല. അപ്പം പക്ഷേ ചിലരുടെ വീട്ടിൽ ചെല്ലുമ്പം
കുഞ്ഞിലെ നമ്മൾ കിടക്കുന്നത് മുതൽ അല്ലേ, നമ്മളൊരു 28 കെട്ടിൽ കമന്നൊക്കെ വീഴുന്ന മുതലുള്ള ഫോട്ടോസ് സൂക്ഷിച്ചു വെക്കും. ഇപ്പം എൻ്റെ കസിൻസ് പലരും അവരവരുടെ മക്കളുടെ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കുഞ്ഞിലെ മുതലുള്ള മെമ്മറീസ് അവർ ഓർക്കുന്നുണ്ട്. എൻ്റെ ചെറുതിലെ ഉള്ള ഒരു ഫോട്ടോയാണ് അവിടെ ഉള്ളത്. അത് ചേച്ചി മറ്റെന്താ പറയാ, നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും എടുത്ത ഫോട്ടോസ് അല്ലല്ലോ? അല്ല. ചേച്ചി എങ്ങനെയാ നമ്മുടെ ഇതിലേക്ക്, അതായത് ഫിലിം, നാടകം ഇതിലേക്കൊക്കെ വരുന്നത്? ചേച്ചിയുടെ അമ്മ നാടകം ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ അറിയാം. അല്ലാതെ ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്മരാജൻ സാറിൻ്റെ പറന്നെന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യം ചെയ്യുന്നത്. അത് 84 ഒരു ജൂൺ മാസത്തിലാണ് അത് ചെയ്തത്. അപ്പം പ്രേംപ്രകാശ് ഏട്ടനും ജോസ് പ്രകാശ് സാറും പത്മരാജൻ സാറും ഇവരെയൊക്കെ അമ്മയ്ക്കറിയാം. അവത്തിൽ ജോസ് പ്രകാശ് സാറിൻ്റെ കൂടെ അമ്മ അഭിനയിച്ചിട്ടുണ്ട്. പ്രേംപ്രകാശ് ഏട്ടൻ്റെ കൂടെ ഇന്ന് നമ്മൾ രാവിലെ കണ്ടില്ലേ എൻ്റെ ചേച്ചി, പ്രേംപ്രകാശ് ഏട്ടനും പാട്ടുകാരനായിരുന്നു, എൻ്റെ ചേച്ചിയും പാട്ടുകാരിയായിരുന്നു. അപ്പം ദീപിക ബാലജന സഖ്യം എന്ന് പറഞ്ഞിട്ട് അന്ന് ദീപിക പത്രത്തിൻ്റെ ഒരു ഇതുണ്ട്, അതിലൊക്കെ ഇവർ ഒരുമിച്ച് പാടിയിട്ടുള്ളതാണ്. ഈ ബന്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചുമ്മാ ഒരു വെക്കേഷൻ ടൈമിൽ ഒരു ജൂൺ മാസത്തിലാണ്, മെയ് തീരുമ്പം ജൂൺ സ്കൂൾ തുറക്കുമല്ലോ, ആ ടൈമിലൊന്ന് വെറുതെ അങ്ങനെ പോയതാ. അത് ഇവർക്ക് പരിചയമുള്ളത് കൊണ്ട് പോയതാ. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സീരിയസ് ആയിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനോ അല്ല അങ്ങനെ വേണമെന്ന് കരുതിയിട്ടല്ല നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അങ്ങനെ പറന്ന് ചെയ്തു. പിന്നെ കുറേ വർഷം കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ അടുത്തടുത്തെന്ന് പറഞ്ഞൊരു പടം ചെയ്തു, സത്യനന്ദിക്കാട് സാറിൻ്റെ. അത് ഞാനാണെന്ന് ഞാൻ പറഞ്ഞാലേ എല്ലാവർക്കും അറിയുള്ളൂ. അതിൽ ലാലേട്ടൻ്റെ ഭാര്യയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഒരിത്, പക്ഷെ ഇന്ന് വരെ അത് പലർക്കും അറിയില്ല. അതായത് അഹല്യ എന്ന് പറയുന്ന അതിനകത്തൊരു നായിക, അപ്പം ലാലേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് ഇഷ്ടമായിട്ട് ഈ എന്തോ പ്രണയം എന്തോ വെളിപ്പെടുത്താൻ വരുന്ന സമയത്താണ് ഞാനൊരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വരുന്നത്. അപ്പം എനിക്ക് പുള്ളിക്കൊരു ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ട്. അത് അവിടെ വരുമ്പോഴാണ് അവരത് അറിയുന്നത്. അങ്ങനെ ആ പടം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരം പുലരുമ്പോൾ എന്ന് പറഞ്ഞ KP കുമാരൻ സാറിൻ്റെ പടത്തിൽ ഒരു കന്യാസ്ത്രീ, അതൊരു 2 ഇതേ ഉള്ളൂ. അങ്ങനെ ഒരു 2-3 പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ ചെയ്തിട്ടില്ല. പിന്നെ നാടകം ചെയ്യുന്നത് കൊച്ചിൻ സംഗമിത്രയുടെ കന്യാകുമാരിയിലെ ഒരു കടങ്കഥ എന്ന് പറഞ്ഞ നാടകം. ആ നാടകത്തിൽ അഭിനയിക്കാനാണ് അതിൻ്റെ ഉടമസ്ഥൻ സതീഷ് ഏട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പം അമ്മ, ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്, അമ്മയ്ക്ക് മക്കളൊരു അഭിനയ രംഗത്തേക്ക് വരുന്നത് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മ അത്രയും ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അമ്മ കൊച്ചിൻ അനുപമയെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സതീഷേട്ടൻ വീട്ടിൽ വരുന്നത്. അപ്പം എൻ്റെ ചേച്ചിയും ഇന്ന് കണ്ട ചേച്ചിയും അച്ഛനും ഉണ്ട്. അപ്പം അവർ രണ്ടുപേരും ആദ്യം പറഞ്ഞു നമ്മൾ ഇത് വിടില്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു 10 ദിവസത്തേക്കെന്നാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞു, ബ്രെയിൻ വാഷ് ചെയ്തു. അപ്പം അഭിനയത്തിൻ്റെ ഈ സിനിമയിൽ പോയിട്ട് ചെറുതായിട്ട് അഭിനയിക്കുന്ന പോലെയല്ല നാടകം. നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ട വേദിയും പേടിക്കേണ്ട കലയും നാടകമാണ്. കാരണം പ്രോമിറ്റിംഗ് ഇല്ലാണ്ട് പോകുന്നു. ഈ മൊത്തം ഓഡിയൻസ് ഒരു കുഞ്ഞ് പാളലുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നല്ല റിയാക്ഷൻസ് നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നാടകം അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതല്ല, അത് കുഴപ്പമൊന്നുമില്ല, നാടകം അഭിനയിക്കാൻ അറിയണ്ട, ബിഹേവ് ചെയ്താൽ മതി, എങ്ങനെ വരുന്നു. അപ്പം ഞാൻ അമ്മയുടെ കൈയും പിടിച്ച് പോയി കണ്ടിട്ടുള്ള നാടകങ്ങളിലൊക്കെ അത് കുഞ്ഞിലെ, അതായത് ഞങ്ങൾ ജനിച്ചിട്ട് സ്റ്റേജിൻ്റെ അടിയിൽ തൊട്ടി കെട്ടിയിട്ടാണ് അമ്മ വളർത്തിയിട്ടുള്ളത്. കാരണം അമ്മ വളരെ ചെറുതിലെ കലാരംഗത്തേക്ക് വന്നു. അന്ന് പാട്ട് പാടുന്ന, ഡാൻസ് ചെയ്യുന്ന നടികളെയാണ് ആവശ്യം. അപ്പൊ പാട്ട് പാടുന്നവർ വളരെ അപൂർവമാണ്, ഡാൻസ് ചെയ്യുന്നവരും അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കന്ന് ഡിമാൻഡായിരുന്നു. അപ്പോൾ അമ്മ പ്രസവിച്ച് 28 തികയുന്നതിന് മുമ്പ് അമ്മയെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങളെ സ്റ്റേജിൻ്റെ അടിയിൽ നാടോടി ആൾക്കാർ വളർത്തുന്ന പോലെ വളർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിലെ മുതൽ ഞങ്ങളുടെ ബ്ലഡിൽ, മക്കളുടെ ബ്ലഡിൽ ഈ സാധനം കലർന്ന് കിടക്കുവാണ്. അപ്പോൾ അമ്മ അത്രയും ദുരിതം അനുഭവിച്ചത് കൊണ്ട് ആരും ഇത് അനുഭവിക്കരുത് എന്നുള്ള രീതി വന്നു. കൊച്ചിൻ സംഗമിത്രയിൽ അവസാനം എൻ്റെ വിധി അവിടെ ആയിരിക്കണം, അതായിരുന്നിരിക്കണം. അങ്ങനെ ഞങ്ങൾ നാടകത്തിൽ പോയി. 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പം ഈ അഭിനയം അറിയാതെ അഭിനയിച്ചത് കൊണ്ടും അന്ന് വരെ നാടകത്തിൽ കണ്ടിട്ടുള്ളത് അമ്മേ അല്ല ചേട്ടാ
ഇങ്ങനെയൊക്കെയാണ് അന്നൊക്കെ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് മാറി എന്താ ബാബുമോനെ, ഈ ബാബുമോന്റെ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രസന്റേഷൻ. മനസ്സിലായോ? അപ്പം ഈ നാടകം എന്നുള്ള കൺസെപ്റ്റ് മാറി ഒരു പുതുമയായിട്ടുള്ള ഒരു ഫീലിംഗ് ആൾക്കാർക്കുണ്ടായി. അതായത് റിയാലിറ്റി. അതായത് ഇപ്പം മോളോട് ചോദിച്ചാൽ നീ എവിടെയായിരുന്നു നന്ദനെ, നീ എവിടെ പോയിരുന്നത് നന്ദനെ, നീ ഇതുവരെ എവിടെയായിരുന്നു, ഈ മനസ്സിലായി ഞാൻ പറഞ്ഞ ആ മോഡുലേഷൻ ആയിരുന്നില്ല. അങ്ങനെ വന്നപ്പം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ നാടകം. ബാബുമോൻ സുഷിമോൻ കോമ്പിനേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റായി. അങ്ങനെ അതായത് ഒരു നാടകം 4, 5, 6, 7 തവണ നാടകം കാണുന്ന ആൾക്കാർ, കന്യാകുമാരിയിലൊരു കടങ്കഥ കാണുന്ന ആൾക്കാർ വന്നു. സുഷിമകളെ കാണാനായിട്ട് മാത്രം കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പം ഞാൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞ അവസ്ഥയായി. മനസ്സിലായോ? ഒരിഷ്ടവും ഇല്ലാതെ ഒരു താല്പര്യവും ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് നമ്മൾ ഈ ഒരു ആരാധനകളുടെയും ഈ ജനങ്ങളുടെ കയ്യടികളുടെയും അവർ വന്ന് നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും അതിൽ നിന്നും എനിക്ക് പിന്മാറാൻ പറ്റാതെ വന്നു. അങ്ങനെ ഞാൻ നാടകം സ്ഥിരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലെത്തി. അപ്പം അമ്മ ഇതൊന്നും അറിയുന്നില്ല. റിഹേഴ്സലിന് പോയതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. കാരണം അമ്മ വേറെ സ്ഥലത്ത് അവിടെ ഭയങ്കരമായിട്ടും ഇത് നാടക റിഹേഴ്സൽ നടക്കുന്നു. നമ്മൾ വല്ലോ ഓഫീസിലും ആയിരിക്കും അവരുടെ ഫോൺ ഇരിക്കുന്നത്. അവിടെയൊന്നും വിളിച്ച് പറയാനുള്ള സാഹചര്യമൊന്നുമില്ല. അപ്പം അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു ഞാൻ നടിയായെന്നുള്ളത്. അമ്മ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മകള് നടിയാകണമെന്ന്. മക്കള് അങ്ങനെ അമ്മ വന്നു. അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. പിന്നെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇത് ആയിരിക്കും എൻ്റെ വഴി എന്നുള്ള രീതിയിലേക്ക് പോയി. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചിൻ അനുപമയെന്ന് അമ്മയും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. ട്രൂപ്പിൽ അമ്മയും ഞാനും കൂടിയായിരുന്നു പിന്നത്തെ നാടകം. ഞാൻ ചെറിയ കുട്ടിയാണ്, അപ്പോൾ ഒരു തുണ വേണം. അങ്ങനെയാണ് അമ്മ വന്നത്. പിന്നെ മോളെ അന്ന് പ്രതിഫലം എനിക്ക് കിട്ടിയത് 70 രൂപയായിരുന്നു എനിക്ക് പ്രതിഫലം. അപ്പോൾ എനിക്ക് ആ 70 രൂപ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു 70,000 രൂപയുടെ വാല്യൂ ഉണ്ട്. ഏറ്റവും വലിയതെന്ന് വെച്ചാൽ നമ്മളൊരു മിഠായി മേടിക്കണമെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൈ നീട്ടണം. ഇത് ചെറുപ്രായത്തിൽ നമുക്ക് ഇത്രയും രൂപ കയ്യിൽ കിട്ടുന്നു. 10 ദിവസം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇത്രയും രൂപയായില്ലേ. എനിക്ക് കറക്റ്റ് 16 വയസ്സ്. 16 വയസ്സ് അങ്ങോട്ട് 16 കഴിഞ്ഞതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം ആ കുഞ്ഞു പ്രായത്തിൽ നമുക്ക് അന്ന് ശരിക്കും ഇപ്പം ഒരു 8 വയസ്സാകുമ്പോഴേ കുട്ടികൾ മെച്ചുവേർഡ് ആകും. അന്നത്തെ കാലത്ത് ഒരു 16 വയസ്സായാലെങ്കിലും വലിയ മെച്യൂരിറ്റി ഒന്നുമില്ല. അതൊരു 10-20 വയസ്സാകുമ്പോഴാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ നിന്ന് നമ്മളെക്കാട്ടിലും അറിയാം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ. അങ്ങനെ ഈ 70 രൂപ കിട്ടിയതോടുകൂടി ഭയങ്കര ഒരു ഇതായി. അപ്പം നമ്മൾ മുണ്ടക്കയത്തുനിന്ന്, നാട് മുണ്ടക്കയത്തുനിന്ന് നമ്മൾ എറണാകുളത്തിന് വന്നു. അത് ചേച്ചിയും എൻ്റെ ബ്രദറും പഠിച്ചത് മ്യൂസിക് കോളേജിലാണ്. അമ്മ നാടകത്തിന് പോകും. ഞാനും അച്ഛനും മാത്രമേ മുണ്ടക്കയത്ത് വീട്ടിലുള്ളൂ. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, നമുക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം എറണാകുളത്തിൽ നിന്നും. അവിടെ ഒരു കുഞ്ഞു വീടും 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നേ, ചെറിയ വീട്. അത് വിറ്റ് എന്ത് കിട്ടും? മുണ്ടക്കയം പോലെ ഒരു ഗ്രാമത്തിൽ. അവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്നു. അന്ന് എളമക്കരയിൽ 5 സെൻറ്റ് സ്ഥലം മേടിച്ചു. വീട് മേടിക്കാനുള്ള പൈസയൊന്നുമില്ല. 2-3 സ്ഥലത്തായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചു. അതിനുശേഷം അവിടെ ഒന്നൊരു കീർത്തിനഗറിലൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്ത് അമ്മയും ഞാനും കൂടെ എളമക്കരയിൽ ഒരു വീട് വെച്ചു. ആ വീട് വെച്ച് അമ്മയും ഞാനും കൂടെ തന്നെയാണ് ആ വീടിൻ്റെ കടം വീട്ടുകയും ചെയ്തത്. അതുപോലെ എൻ്റെ കല്യാണത്തിന് ഉള്ള ഓർണമെൻറ്റ്സ് ഉണ്ടാക്കിയതും ആ ശമ്പളം കൊണ്ടാണ്. കാരണം അന്ന് സ്വർണത്തിന് വിലക്കുറവായിരുന്നു. പിന്നെ നമ്മുടെ വീട് എളമക്കരയിൽ വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. 3 മുറിയുണ്ട്. പക്ഷേ 3 മുറി എന്ന് പറഞ്ഞാൽ കൊച്ചു മുറികളാണ്. അപ്പം അങ്ങനെ 3 കൊച്ചു മുറികളുള്ള ഒരു വീട്. അപ്പം അങ്ങനെ ഫുൾ വീടുണ്ടാക്കി എൻ്റെ കല്യാണത്തിനുള്ള സ്വർണങ്ങളുണ്ടാക്കി. അങ്ങനെയാണ് എൻ്റെ നാടക അഭിനയവും എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നവരെ ഞങ്ങൾ ജീവിച്ചത്. ഈ നാടകത്തിൻ്റെ ചോറ് കൊണ്ട് തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഞാൻ മോളോട് ആദ്യം പറഞ്ഞത്, സിനിമയോ സീരിയലോ ആണെങ്കിൽ 100 കട്ടുകൾ പറയാം,
നമുക്കിപ്പോൾ ഒരു തലവേദനയോ പനിയോ ഒരു വയ്യാഴികയോ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം. ഈവൻ തുറന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ പല വർക്കുകളിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര തളർച്ചയും പ്രശ്നങ്ങളും പിന്നെ അയ്യോ പത്തോ വിളികളും പിന്നെ കൂടെയുള്ളവർ തിരുമ്മി കൊടുക്കലും ഒക്കെയാണ്. അപ്പം ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, ഒരു പീരിയഡ്സിൻ്റെ വേദന സഹിക്കാൻ കഴിയാത്ത കുട്ടികൾ എങ്ങനെ ഒരു പ്രസവ വേദന സഹിക്കുന്നത്. അത് നിസ്സാര കാര്യമല്ലല്ലോ, നമ്മുടെ ജീവൻ കൊടുത്തൊരു ജീവന് ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു മൂക്കിപ്പനി വന്നു കഴിഞ്ഞാൽ ഷൂട്ടിങ് മുടക്കാൻ പറ്റുമോ, അല്ലെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതിൽ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ നാടക അഭിനയത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പല ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും എൻ്റെ ഈ വലത്തെ കാല് ലെഗമെന്റ് അടിച്ചതാണ്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു മോളോട്. അപ്പോഴാണ് സുന്ദരി സീരിയലിൻ്റെ ഷൂട്ട് നടക്കുന്നത്, നമ്മുടെ കൊല്ലത്താണ് നടക്കുന്നത്. ഒരടി എനിക്ക് നടക്കാൻ പറ്റില്ല. ഡോക്ടർ എന്നോട് റെസ്റ്റ് പറഞ്ഞിരിക്കുക, കാരണം കാല് വെക്കാൻ പറ്റില്ല, ബാത്റൂമിൽ പോകാൻ പറ്റില്ല. ബാത്റൂമിൽ പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഈ കാല് കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ കാല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഈ കാല് കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ഈ വണ്ടിയിൽ പുറകിൽ കാല് നീട്ടി വെച്ച് തലേണയുടെ മുകളിൽ കാലും വെച്ചിട്ട് ഞാൻ സുന്ദരി സീരിയലിൻ്റെ ഷൂട്ടിങ് മുടക്കാതെ അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ട് ബാത്റൂമിൽ പോകുന്നത് ഒരാളെന്നെ പിടിച്ചിങ്ങനെ ഇരുത്തും, എന്നിട്ട് അവരിറങ്ങിപ്പോകും. അങ്ങനെ കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയുമോ? കാരണം ഞാൻ വർക്ക് ചെയ്തില്ലേൽ, ഞാൻ തൊഴിൽ ചെയ്തില്ലേൽ എൻ്റെ ജീവിതമോ എൻ്റെ വീട്ടുകാര്യങ്ങളോ മുന്നോട്ട് പോവില്ല. അപ്പം അതുകൊണ്ട് എത്ര വേദന സഹിച്ചും ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പകരം ആർട്ടിസ്റ്റുകൾ വരും, എനിക്ക് പകരം വരും. നമ്മൾ മസ്റ്റൊന്നുമല്ല, ഇൻഡസ്ട്രിക്ക് മസ്റ്റല്ല. സീമ അഭിനയിച്ചാലേ സീരിയൽ ഓടുമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇത് ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു ദിവസമോ അല്ലെ 10 ദിവസവും പോരാ, അത്രയും അനുഭവങ്ങളുണ്ട്. അല്ല ചേച്ചി ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ജനറേഷനിൽ കുട്ടികളൊക്കെ ഇച്ചിരി കൂടിയൊക്കെ സ്വന്തം കാര്യം നിൽക്കണം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ എൻ്റെ അമ്മയോടൊക്കെ ഞാൻ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ആഗ്രഹങ്ങളില്ലേ, അമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹമില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാണണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വരെ അമ്മ എന്നോട് ഒരാഗ്രഹവും പറഞ്ഞിട്ടില്ല. എനിക്കൊരിടം പോകണ്ട. അമ്മ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, അല്ലെങ്കിൽ വലിയമ്മയും കുഞ്ഞമ്മയൊക്കെ പോകുന്നുണ്ട്, അവരുടെ കൂടെ പോകുന്ന ഇല്ല, എനിക്കിത് മതി. സിനിമ പോലും കാണാൻ പോകാത്ത ഒരു ജനറേഷൻ ആയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ, മുമ്പ് എൻ്റെ അമ്മയുടെയൊക്കെ ജനറേഷനിൽ. ആ സമയത്ത് തന്നെ ഈവൻ എന്നെ കൊണ്ട് അമ്മ ക്ലാസ്സുകളിൽ പോകുമ്പോൾ തന്നെ, ഡാൻസ് ക്ലാസ്സുകളിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ തന്നെ 100,000 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ചേച്ചിയുടെ ഒക്കെ ഒരു ജനറേഷനിൽ ആ ഘട്ടത്തിൽ അമ്മയും ചേച്ചിയും കൂടെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റാണ്, നാടകമാണ്, കേൾക്കാനുള്ള, അതായത് ചുറ്റുമുള്ളവർ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ കുത്തി പറഞ്ഞതും കേട്ടതും ഒക്കെ. അത് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ചേച്ചി അത് എങ്ങനെ സർവൈവ് ചെയ്തു? അതെന്താന്ന് വെച്ചാല് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ചേച്ചി ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ ചേച്ചി ചിരിയോടുകൂടി, ചേച്ചി കാരണം എന്നോട് ഈ പറയുന്ന വിമർശനം കഴിഞ്ഞ് കമന്റ്സ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ചേച്ചി ഇത് ചിരിച്ചിട്ട് എന്നോട് പറയുന്നത് എന്ത് ചെയ്യാനാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആർക്കും എന്ത് വേണേലും പറയാം. അതിപ്പം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെ തെറി വിളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. ഇവരെന്ത് കിടന്ന് ബഹളം വെച്ചാലും എന്ത് തുള്ളിയാലും ഞാൻ ആരെയും പറ്റിച്ചിട്ടും ഞാൻ ആരെയും കളിപ്പിച്ചിട്ടുമല്ല ജീവിക്കുന്നത്. ഇപ്പോഴും ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം പറയുന്നവളുമാരോ അവിടെ കിടന്ന് പറയത്തേ ഉള്ളൂ, അതെന്നെ ബാധിക്കില്ല. കാരണം മോളെ 16-17 വയസ്സ് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് നാടകം ആസ്വദിക്കും, നാടകം വലിയ മഹത്തായ കലയാന്ന് പറയും, അവർ വന്ന് സന്തോഷിക്കും, ഇത് ഭയങ്കര സംഭവമാണ്. പക്ഷേ ഒരു നാടക നടികളെ കാണുന്നത് വേറെന്തോ പരിപാടി കഴിഞ്ഞ് വരുന്ന
ഒരക്കച്ചട വാർന്ന കണ്ണുകളും പാറിപ്പറന്ന മുടികളും. നമ്മളിപ്പോൾ നാടക വണ്ടിയിൽ വെളുപ്പിനെ വരെ നാടകവും കളിച്ച് ഉറക്കം തൂങ്ങി മുടിയും ഇതായി പിന്നെ അഴിഞ്ഞൊലഞ്ഞ ഡ്രസ്സുമായിട്ട് വന്ന് നമുക്കൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടേ നമുക്കൊരു ബസ് കയറി പോകാൻ പറ്റുള്ളൂ. അവിടെ മുഖം മിനുക്കാൻ സമയമില്ല. ഇപ്പം എറണാകുളം വരുമ്പം സീമേ എഴുന്നേക്ക് ദേ ആയി വൈറ്റിലെ ബസ് സ്റ്റോപ്പായി എന്ന് പറയുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ എഴുന്നേക്കുന്നത്. അതുവരെ ക്ഷീണം കൊണ്ട് തൂങ്ങിക്കിടന്ന് ഉറങ്ങുമായിരിക്കും. ആ സമയത്ത് നമ്മൾ വൈറ്റിലയിൽ അല്ലെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവർ ഈ സാധനമൊക്കെയാണ്. പിന്നെ അടുത്ത് നിൽക്കുന്നവർ ഈ സാധനമൊക്കെയാണ്. അപ്പം അതൊക്കെ അന്ന് കണ്ടപ്പം ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരിക്കലും നിങ്ങൾ ഈ ഫീൽഡിലേക്ക് മക്കൾ വരരുതെന്ന് എൻ്റെ അമ്മ ശടിച്ചതിൻ്റെ കാര്യം അതാ. കാരണം എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കളത് അനുഭവിക്കരുതെന്ന് വിചാരിച്ചു. അറിഞ്ഞോ അറിയാതെയോ ആരും ഓർക്കാതെ പോലും ചിന്തിക്കാതെ പോലും ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്തു. ഇനി അതിനെ നമുക്ക് മാറ്റാനായിട്ടൊട്ട് പറ്റത്തുമില്ല. ആ വന്നു കഴിഞ്ഞപ്പം ഈ അമ്മ അനുഭവിച്ചത് തന്നെയാണ് ഇപ്പുറത്ത് നിന്ന് മോളും അനുഭവിക്കുന്നത്. അന്ന് അമ്മ ഒറ്റയ്ക്കാണെങ്കിൽ ഇന്നിപ്പം അമ്മയും മകളും കൂടാണ് അനുഭവിക്കുന്നത്. അത് ദിവസം പ്രതി കണ്ട് ശീലിച്ചത് കൊണ്ടും പിന്നെ നമ്മൾ വീടുകളിൽ കൊണ്ടിരുത്തും. ഷൂട്ടിങ് അല്ല നാടകത്തിന് പോകുമ്പം അമ്പലങ്ങളിൽ ആയിരിക്കും. ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ അടുത്തുള്ള വീടല്ലേ നമുക്കിരിക്കാൻ പറ്റുള്ളൂ. മിക്ക അമ്പലത്തിൻ്റെ അടുത്തുള്ള വീടുകളും അല്ലെ നമ്മളെ കൊണ്ടിരുത്താൻ പോകുന്ന വീട്ടിലും പെണ്ണുങ്ങൾ സമ്മതിക്കത്തില്ല നാടക ആർട്ടിസ്റ്റുകളെ കയറ്റാൻ, നാടക നടികളെ കയറ്റാൻ. അന്നം സത്യമായും പറയുന്ന കാര്യമാണ്. നാടക നടികളെ കയറ്റാൻ സ്ത്രീകൾ സമ്മതിക്കില്ല. കാരണം നാടക നടികൾ എന്ന് അവർ മനസ്സിൽ ചിന്തിച്ചു വച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങളായിട്ടാണ് അവർ കരുതി വച്ചിരിക്കുന്നത്. അവർ കയറ്റില്ല. നമ്മൾ വന്നൊന്ന് നമുക്കൊന്നിരിക്കണം, ഒന്ന് ബാത്റൂമിൽ പോകണം, അതിനൊന്നും സമ്മതിക്കില്ല. ഇനി എങ്ങാനും ഭർത്താക്കന്മാർ കാല് പിടിച്ച് സമ്മതിച്ചാലോ നമ്മൾ കയറി ചൊല്ലുമ്പോൾ മുതൽ നമ്മൾ അവരുടെ മുഖം കാണുമ്പം എൻ്റെ ദൈവമേ ഇവിടെ നിന്ന് ആ നാടകത്തിലേക്ക് നമ്മൾ ഒരു മണിക്കൂർ മുമ്പല്ലേ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകുള്ളൂ. ആ സമയം ഒന്നായാൽ മതിയെന്ന് നമ്മളൊരു 10 തവണ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ മൂക്കും ഇങ്ങനെ മോന്ത കയറ്റി വീർപ്പീരും ഇങ്ങനെയുള്ളൊരു നോട്ടങ്ങളും എനിക്ക് തോന്നുന്നു ഞാനൊരു ഒരുപാട് സ്റ്റേജുകൾ നാടകം ചെയ്തതിൽ ഒരു 10-50 വീട്ടുകാർ ടോട്ടലാണ് ഞാൻ പറയണേ, അങ്ങനെ ഒരു നല്ല പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. ബാക്കി 4000 വീട്ടുകാരുടെ ഭാഗത്തുനിന്നും ഏറ്റവും മോശപ്പെട്ട അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച് വന്നവളാണ്. ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കുത്തിയിട്ടില്ലെങ്കിൽ പോലും ദാരിദ്ര്യത്തിൻ്റെ പക്കൽ വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വന്ന എനിക്ക് ഇന്ന് ഈ സോഷ്യൽ മീഡിയയിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ ഏതെങ്കിലും അവന്മാരിരുന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെ വെക്കാനാ മോളെ? എനിക്ക് പ്രായം ഒത്തിരിയായി. ഇനി ഞാനിത് ഏറ്റുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല. എനിക്ക് കുറേ പേരുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്, സ്വന്തം കാര്യങ്ങൾ നോക്കാനുണ്ട്, മോൻ്റെ കാര്യം നോക്കാനുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ കമൻസിനെ ഞാൻ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ആ കമൻറ്റ് വരുന്നവൻ്റെ ആ ഒരു ഇതിൽ നിന്ന് എൻ്റെ പുസ്തകത്തിൽ നിന്നും ആ പേരുകളും ആ കമൻറ്റുകളും ഞാൻ മായ്ച്ചു കളയുകയാണ്. ചേച്ചി ഇപ്പോൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 2003, 22 വർഷം കഴിഞ്ഞു. 22 വർഷം കഴിഞ്ഞു ഈ വീട് വെച്ചിട്ട്. ചേച്ചി സ്ഥലം വാങ്ങിച്ചിട്ട് വെച്ചതാണ്. അതെന്താന്ന് വെച്ചാൽ അന്ന് നമുക്ക് എപ്പോഴും ആൾക്കാർ വിചാരിക്കും എപ്പോഴും ഇവർ ഈ സാമ്പത്തികത്തിൻ്റെ പ്രശ്നം പറയുന്നല്ലോ എന്ന്. കാരണം അന്ന് കയ്യിൽ പൈസ ഇല്ല. പിന്നെ എറണാകുളം അല്ലേ, നമ്മൾ എളമക്കരെ വെച്ച വീട്ടിൽ ബ്രദറും വൈഫും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നും പത്രത്തിൽ നോക്കും ഈ സ്ഥലം വിൽപ്പനയ്ക്കെന്ന് പറഞ്ഞ്. അങ്ങനെ വരുമ്പോഴത്തേക്കിനുമാണ് സെന്റിന് 32,000 രൂപ വെച്ചിട്ട് ഈ വസ്തുവിന്റെ ഇത് കണ്ടത്. അപ്പൊ അങ്ങനെ വന്നപ്പം നമ്മള് ഈ ഒരു പ്ലോട്ട് 7 സെന്റ് സ്ഥലമാണ്. അന്ന് നമുക്ക് ഇത് കഷ്ടിച്ച് മേടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഇതുള്ളൂ. പക്ഷെ അങ്ങനെയാണ് നമ്മൾ ഈ സ്ഥലം ഈ 32,000 രൂപയ്ക്ക് സെന്റിന് വെച്ച് മേടിച്ച സ്ഥലമാണിത്. പക്ഷെ 7 സെന്റേ ഉള്ളൂങ്കിലും ചേച്ചി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ
ആക്ച്വലി ഈ വീട് മാത്രമല്ല ഇതിന്റെ ഫുൾ ഇന്റീരിയർ എവിടെ നോക്കിയാലും മ്യൂറൽ പെയിന്റിങ്സ് ആണ്. എക്സ്പെഷ്യലി ഞാൻ ഫസ്റ്റ് വന്ന് കയറിയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ഈ മ്യൂറൽ പെയിന്റിങ്. ഇത് എങ്ങനെയാ, എന്താണ് ഇതിന്റെ പിന്നിലുള്ള അല്ല കഥ? അതൊന്നുമല്ല, ഞാൻ പണ്ട് എനിക്ക് ഈ നാലുകെട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നടുത്തളമുള്ള വീട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാന് നടുത്തളം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ നടുത്തളം ചെയ്യാന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച സമയത്ത് അങ്ങനെ അതുകൊണ്ടാണ് ഈ സാധനം വന്നേക്കുന്നത്. ഈ ഹൈറ്റ് ഇത്രയും വരാനുള്ള കാരണം അതാണ്. കാരണം ഈ നടുത്തളമാണ് ഇവിടെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട്, ഈ വലിയ രണ്ട് നില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴും ഈ എല്ലാ സൗകര്യം ഉണ്ടാകും, ഹോള് വളരെ ചെറുതായിരിക്കും. ഹോളിൽ നമുക്കൊരു TV ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അപ്പം ഈ നടുത്തളം ചെയ്യാൻ പോയപ്പോൾ പിന്നീട് എന്നോട് ആരോ പറഞ്ഞു, ഈ നടുത്തളം വരുമ്പം ഇത്രയും സ്പേസ് അങ്ങോട്ട് പോകും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നടുത്തളം ഇല്ലാതെ സീമ ഇങ്ങനെ ഒരു ഹോൾ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോള് സീമയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോളെ ഈ ഹോൾ ഇങ്ങനെ വരികയും ഈ ഹൈറ്റ് വരികയും അപ്പോൾ ആ നടുത്തളം ഇല്ലാത്തതിന്റെ വിഷമം തീർത്തത് ഈ പെയിന്റ് കൊണ്ട്. അപ്പൊ എനിക്കൊരു സെറ്റ് മുണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ ആ സെറ്റ് മുണ്ടും ഇല്ല. ആ സെറ്റ് മുണ്ടിന്റെ ഇതില് ഈ ഫുള്ള് ഈ സാധനമായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ സെറ്റ് മുണ്ടും കാണാൻ. ഒരു ഫോട്ടോ പോലും ഇല്ല കാണിക്കാനായിട്ട്. ഇവിടെ രണ്ട് വശത്തും ഈ മ്യൂറൽ പെയിന്റ്സിന്റെ ഇതായിരുന്നു. അല്ലാണ്ട് ഇപ്പോൾ ഇറങ്ങുന്ന പോലത്തെ അല്ല, നല്ലതായിരുന്നു. അപ്പൊ അതിന്റെ ആ സെറ്റ് മുണ്ടിന്റെ ഓർമ്മയ്ക്കായിട്ട് വൈക്കത്ത് കുഞ്ഞൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. കുഞ്ഞനാണ്. കുഞ്ഞന്റെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. അപ്പൊ കുഞ്ഞനാണ് സെറ്റും മുണ്ടും കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അതൊരെണ്ണം ഇവിടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ വീട്ടിൽ പ്രത്യേകിച്ചൊരു ദൈവം, അത് ഞാൻ ആദ്യം വന്നിട്ട് ഓടക്കുഴല നോക്കിയത് കൃഷ്ണനല്ല, ഓടക്കുഴലിന്റെ ഇത് കാണുമല്ലോ. പക്ഷെ നമുക്ക് പൊതുവെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഈ മ്യൂറൽ. ഞാൻ കണ്ടു ഒരു മ്യൂറൽ. ആ മ്യൂറൽ പെയിന്റിങ് അത് ക്യാൻസർ സർവൈവ് ചെയ്ത ഒരു മോൻ, കുഞ്ഞിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അമൃത ഹോസ്പിറ്റലിൽ ഒരു പ്രോഗ്രാം നടന്ന സമയത്ത് ആ കുഞ്ഞ് എനിക്കെന്നും പറഞ്ഞ് ഞാൻ വരുന്നെന്ന് പറഞ്ഞിട്ട് എനിക്കെന്ന് പറഞ്ഞ് കൊണ്ട് തന്നതാണ്. അവൻ വരച്ച പടമാണത്. അത് വെറും ഇതല്ല, അതായത് നമ്മൾ പ്രിന്റഡ് അല്ല, അവൻ വരച്ച് ചെയ്ത. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ പൂജാമുറിക്കും ഒരു പ്രത്യേകതയുണ്ട്. എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചേച്ചി, സംഭവിച്ചതെല്ലാം നല്ലതിനെ, സംഭവിക്കുന്നതെല്ലാം നല്ലതിനെ എന്നുള്ള. ഇതിപ്പോ എന്നറിയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയും എന്തൊക്കെ നടക്കാനിരിക്കുന്നു, സംഭവിക്കാനിരിക്കുന്നു, അതെല്ലാം നമ്മൾ കഴിയുന്നത്ര ഒരു പടത്തിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഇനി രാജ്യദ്രോഹി വരെ ആക്കി എന്നെ. അപ്പൊ അതാണ് ഒരു പ്രത്യേകത ഉണ്ട് ചേച്ചിക്ക്. ഇനി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും മെമ്പർഷിപ്പ് ഉണ്ട് തീർച്ചയായിട്ടും. സംഗിണി, കമ്മി, കൊങ്ങി, ജിഹാദി 4 പേരുണ്ട്. അത് പറഞ്ഞു വരുമ്പം ഇതാണ് അവന്റെ പെയിന്റ്. പിന്നെ ഇതാണ് പൂജാമുറി. ഈ നമ്മുടെ പൂജാമുറിയിൽ ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ. അപ്പം എല്ലാ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് ഗോണിയുടെ ചോട്ടിലായിരിക്കും പൂജാമുറി കൊണ്ടുവെക്കുന്ന. ഈ ഗോണി കയറുമ്പോൾ ഒരു സ്പേസ് ഉണ്ടാകും. പിന്നെ അല്ലെങ്കിൽ എത്ര വലിയ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്, ഒരു കുഞ്ഞു പെട്ടി പോലെ ഒരു സാധനം ഉണ്ടാകും വിളക്ക് കത്തിക്കാൻ. അത് ആ ഹോളിൽ തന്നെ വെച്ചിട്ടുണ്ടാകും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറിയിരുന്ന് ഒരു 5 മിനിറ്റ് സമാധാനത്തോടെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൊത്തം ഒരു ദൈവികത ഇവിടെയുണ്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. വാൽക്കണ്ണാടി എനിക്ക് ഇത് കിട്ടിയത് മുഴുവനും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഓരോ ഫംഗ്ഷന് പോയപ്പോൾ കിട്ടിയതാണ്. ഇതെനിക്ക് കിട്ടിയത് ഒരു അവാർഡ് പോലെ കിട്ടിയതാണ്. പിന്നെ 2 എണ്ണം 3 4 എണ്ണം ഉണ്ട് വാൽക്കണ്ണാടി. അവിടുന്ന് ഇവിടെയും ഇതും ഫുൾ ഭഗവാന്റെ. എങ്ങനെ പോയാലും കൃഷ്ണന്റെ ഒരു മൊത്തം വരുന്നുണ്ട്. കൃഷ്ണ ഡിവോട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പരീക്ഷണങ്ങളും ഉണ്ട് ലൈഫിൽ.